വൺകാടാണേ ഇവിടെ ടച്ചം വന്നിട്ടുണ്ടോ അപ്പോഴാണ് കൃഷ്ണൻകുട്ടി, നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോ? നമ്മുടെ സമരം വിജയിച്ചു കേട്ടെ. തൊഴിലാളികളുടെ എല്ലാ ആവശ്യവും ഗഞ്ചർ അംഗീകരിച്ച് മറ്റേ രാവിലെ കമ്പനി ഇറക്കും. അടുത്ത കളിക്ക് ഞാൻ ഇല്ലാട്ടാ. കമ്പനിയുടെ ഇടയിൽ കുറച്ച് പണികൾ കിടക്കണം. പിന്നെ അല്ലാതെ തൊഴിലാളി സമരം എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടാടാ? അതല്ലടേ തൊഴിലാളിയുടെ പവർ. നീ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യമെങ്കിലും യൂണിയനിൽ ചേർന്ന് നിക്കാൻ നോക്കടേ. രക്ഷപ്പെടണമെങ്കിൽ മതി. ചന്ദ്ര നമുക്കിടെ കൃഷ്ണൻകുട്ടി, നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോ? നമ്മുടെ സമരം വിജയിച്ചു കേട്ടെ. തൊഴിലാളികളുടെ എല്ലാ ആവശ്യവും ഗഞ്ചർ അംഗീകരിച്ച് മറ്റേ രാവിലെ കമ്പനി ഇറക്കും. ഈ ജമ്പർ കൊള്ളാം കേട്ടാ. എവിടെ തയ്ച്ചു? പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച രംഭയെ പോലെ സുന്ദരിയാകാൻ കൊതിച്ചല്ലോ, പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച ഒരു സ്വർണ്ണ മൂക്കുത്തി പണിയിട്ടെടുക്കാൻ, അതിലൊരു മാണിക്ക കല്ലു പതിക്കാൻ, അതു പിന്നെ മൂക്കിൽ അണിഞ്ഞു നടക്കാൻ കൊതിച്ചല്ലോ, പൂച്ച കൊതിച്ചല്ലോ. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച. അത് വിളയാത്ത പപ്പയ്ക്കാണ്. നിനക്ക് എന്തിന്റെ കേടാണ്? അണ്ണൻ പോയി ലതേച്ചോട് ചോര്. അവള് പറഞ്ഞിട്ടാണ് ഇന്ന് ഉച്ചക്ക് ഇവർക്കൊക്കെ പപ്പയ്ക്കാത്തോരനാണ് കൊടുക്കണത്. ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളെയും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും അവരവർ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഈ വക സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ കമ്മിറ്റി യാതൊരു ഉത്തരവാദികളായിരിക്കും. ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്. വൈകുന്നേരമാണ് എന്റെ ഡാൻസ്. എല്ലാം ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടെ പറയണാണ്. ബാക്കിയുള്ളവരാരും വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പറയാം, ഇന്ന് ഞാൻ കളിക്കുമ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഞാൻ വരാം. ഇവിടത്തെ സുനിച്ചന്റെ അണ്ണന്റെ മോനാണ്. മാനഞ്ചേരിയില്ല പരമു എന്ന് പറഞ്ഞ ആളിന്റെ മോൻ. അങ്ങേരെ ഞാൻ പോലീസ് കൊണ്ടുപോയി. ആരെയും മുതല് പൊട്ടിച്ചെന്നും പറഞ്ഞു. അയ്യോ നോക്കി. എന്നാ ഞാൻ പോയിട്ട് വരുമ്പോ വരാം. ചെറുക്കാൻ നീ റോട്ടിൽ പോയിരുന്നാടാ? പുറത്തു പോകുമ്പോ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത്തിരി പോലും പഞ്ചാരയും കൂടി വാങ്ങിക്കാൻ പറഞ്ഞേനെ. ആ ടി വി ആണ് വന്നിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് തേയിലോളെങ്കിലും കൊടുക്കണ്ടേടാ. ഒരുമാതിരി കഴുപ്പണം കെട്ട ഇടപാട് കാണിക്കില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കണം പറഞ്ഞ് എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തോണം. കോവിലിൽ ഉത്സവമായിട്ട് പോലും ഒരുത്തരും അങ്ങോട്ട് പോകണ്ട. എടാ ചന്ദ്ര, ഇത്രയും നാള് യതിയാണന്റെ വീട്ടില് നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ ടി വി കാണാൻ പോയിക്കൊണ്ടിരുന്നത്? അതല്ല നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലേ? അത് യതീന്ദ്രന്റെ വീട്ടില്, ഇത് എന്റെ വീട്. പന്ന പരമന്റെ മോനെ, ഈ ടിവിയുടെ വരുന്നതിന് മുമ്പ് നീ ഇതുപോലെ വല്ലാതെ തെണ്ണ നൽകിയിട്ടല്ലടാ കണ്ടോണ്ടിരുന്നത്. എന്ന് വെച്ച് ഇതുപോലെയാണോ? ഇവിടെ രാത്രി എന്നാ പകലെന്നാ നോട്ടം ഉണ്ടാ? ഞാനും വെളുക്കണ്ട എല്ലാണോ കുടുംബമായിട്ട് കെട്ടുകെട്ടിങ്ങ് പോരെയല്ലേ? നിനക്കാണ് ആദ്യം തരാനുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞാണ് യവന്റെ വീട്ടിൽ ടി വി കാണാൻ വരില്ലേന്ന്. പാടി
ചന്ദ്ര അല്പന ഐശ്വര്യം കിട്ട കൊട പിടിക്കുന്ന കേട്ടിട്ടാണ് ഞങ്ങളിപ്പോ അത് കണ്ടു കേട്ടാ. ആ തന്നെ തന്നെ. ഡാ എരപ്പാളി, പരമോണ്ണന്റെ കാലത്തുള്ള ബന്ധാണ് ദാണ്ട ഞങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോണത്. ഓ പിള്ള മാത്രമല്ല തള്ളെ കൂടി ചേർന്നുകൊണ്ടാണ്. എന്റെ കടയിൽ വന്ന് എന്റെ ചേർന്ന് പള്ള വിളിക്കാൻ ഒന്നും പറയുന്നില്ല, അങ്ങോട്ട് മാറി കിടക്കില്ലല്ലോ. ഒരു ടിവിയുടെ പേരും പറഞ്ഞിട്ടാണ് നീ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നത്. മനുഷ്യബന്ധത്തിനാണ് നീ വിലയിട്ടത്, ഓർമ്മിച്ചോ? ഓ അത് നമ്മൾ കുറെ കണ്ട്. ഞാൻ ഇവിടെ കളർ ടി വി വാങ്ങിച്ചപ്പ അക്കരെ യതിയണ്ണന്റെ വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഓടിയ നിങ്ങളാണ് എന്റെ ബന്ധത്തിന്റെ വില പറയണത്. എന്നാ ഇതിലും വലിയ ടിവി ഞാൻ വാങ്ങിച്ചാലോ? കേട്ടോടോ മോനെ ചന്ദ്ര, ഇന്ന് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഈ കളപ്പുരയിൽ മനോഹരൻ ഇതിലും വലിയ ടിവി വാങ്ങിച്ചിരിക്കും. ഒരു വലിയ കളർ ടിവി. മനോഹര, ഞായറാഴ്ച ഇതിന്റെ തന്ത കൊണ്ടുവന്ന് തുറന്നു വച്ചിട്ടുണ്ടാടാ ടി വി കട. ഏത് കട കുത്തി തുറന്നിട്ടായാലും ഈ മനോഹരൻ ടിവി കൊണ്ടുവന്നിരിക്കുന്നില്ല പണ്ണ. പടി തള്ളയും അതിനൊപ്പിച്ച പിള്ളയും ലെവലാധികം. പെണ്ണേ, എന്തൊരു പെണ്ണേ പ്രശ്നം? അത് ശരി, കാര്യമൊന്നും അറിയാതാണ് വഴക്കി കയറി തൂങ്ങിയത്. ആ രൗത്തങ്ങളെ കൂടി പണിക്കപ്പോ അമ്മയ്ക്ക് മോനെ സമ്മതനായി. ഇനി പെണ്ണെ ചെടിക്ക് വെള്ളം ഒഴിച്ചാണ്. ഇവിടെ ഇപ്പൊ ആർക്കും അതിനൊന്നും നേരില്ലല്ലോ. ഈ ടി വി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം. ഈ പാർട്ടി സമരമേഖലയിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ നേടിയ ഈ മഹത്തായ വിജയം. എന്താ ചന്ദ്ര? ഒന്നുമില്ല, ഇതോടെ വന്നപ്പോ നമ്മൾ ഈ പറയുന്ന വസ്തു എന്താ ഉറക്കണ? എന്തരടേ എന്താ ഉറക്കാണ് അത്? ഇന്നലെ എത്തി കൂടി പോയടേ. അണ്ണാ കൊല്ലങ്കാവ് പാലത്തിന്റെ അടിയിലോട്ട് ചെന്നാണ് ചന്ദ്ര അവിടെ ഒരുമാതിരി കിറിഞ്ഞ പോലെ ഇരിക്കാൻ. അവൻ പിന്നെ രാത്രി വല്ല കൊട്ടോടി വാങ്ങിച്ചടിച്ചു. ഒരൊറ്റ സാധനം തൊട്ടില്ല. ഇത് വേറെന്തൊരു സംഭവമാണ് തന്നെ. വാ അണ്ണ ഇങ്ങോട്ട് വന്നാണ്. നീ നടാ, ഞാൻ വരാടേ. ആ അണ്ണാ ദോണ്ടേ അവിടെ. ഇതിനിപ്പോ എന്തരാണോ എന്താ അറി ഇങ്ങോട്ടില്ല. ഞാൻ പോയി നോക്കിട്ട് വരാം. എടാ മഹാഭാവി, നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇത്. അതിന് നാട്ടുകാരോട് പോയി പറയണേ എന്താണ്? നാട്ടുകാരോട് പറയണ്ട. നാളെ കമ്പനി തുറക്കുമ്പോ ടി വി കണ്ടില്ലെങ്കിൽ അത് നിന്റെ മണ്ട തന്നെ വരും. എന്നാ പിടിച്ചാ പിന്നെ ജയിലിടിഞ്ഞാലും വെളി വരാൻ ഒക്കൂല. എന്നാ പറഞ്ഞ ഒരു പരിഹാരം പറ. ഞാൻ എന്തിനു പറയേ? എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഊരിയാ മതി. അതത്ര എളുപ്പമാണ്. വീണ്ടും വിചാരില്ലാതെ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെങ്ങാനും അറിഞ്ഞ. പെണ്ണുങ്ങളെന്നല്ല, വേറെ ഒരാളറിഞ്ഞ നമുക്ക് രണ്ടാക്കും പിന്നെ വെളിയിറങ്ങി നടക്കാൻ ഒക്കൂല. നമുക്ക് രണ്ടാക്കും ഇത് ഞാൻ എന്താ ചെയ്തത്? അതിപ്പോ എന്നെ പിടിച്ചാ ആദ്യം ഞാൻ നിങ്ങളെയും പേര് പറയും. എടാ സാമദ്രോഹി. ആണാ, നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇതിന്ന് ഊരാൻ ഒരു വഴി പറ. ഊരാൻ ഇന്ന് ഉത്സവത്തിന് ലതയമ്മൊക്കെ പോയെന്നെ. പിന്നെ പോവാതിരിക്കൂ. വൈകിട്ട് ദീപാരാധന മുതൽ രാത്രി കുരുതി വരെ 3 പേരും അവിടെ തന്നെ കാണും. പ്രമിള ചേച്ചിയാ? അല്ല, ഇപ്പൊ പിണക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് പ്രമിള ചേച്ചിയും ലത ചേച്ചിയും അമ്മയും അമ്പിളിയും എല്ലാം ഒരുമിച്ച് ഉത്സവത്തിന് പോട്ടെന്ന്. പിണക്കം തീരണ്ടായിരുന്നു. അണ്ണ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഓരോ ഹനന്തിരെ ഒപ്പിച്ചു വെച്ചിട്ട്. അണ്ണ ഞാൻ പറയണമെന്ന് കേള്. പ്രമിള ചേച്ചിയും എന്റെ വീട്ടിലെ പെണ്ണുങ്ങളും ഒരുമിച്ച് ഉത്സവത്തിന് പോട്ട്. ആ സമയം നമുക്ക് വീട്ടിലെ ടി വി എടുത്ത് കമ്പനിയിൽ കൊണ്ടുവയ്ക്കാം. അതിന് കമ്പനിയുടെ മുമ്പിൽ സമരക്കാർ കിടക്കല്ലേ. അതിപ്പോ നാളെ കമ്പനി തുറക്കണവരവരവിടെ കാണൂല്ലേ. അത് പണിയാവും. രാത്രി പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയിൽ അവന്മാരെ കണ്ണും വെട്ടിച്ച് ടി വി കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പരിചയമുള്ള പണിയാണത്. നീ ഒരു കാര്യം ചെയ്യ്. ആ കള്ളൻ സുനിയില്ലേ നിന്റെ കൊച്ചച്ഛൻ, അവനല്ലേ ഇത് എടുത്തോണ്ട് വന്ന് അവന്റെ അടുത്ത് തന്നെ പറ തിരിച്ചോണ്ട് വെക്കാൻ.
ഞാൻ അങ്ങനെ കാണാൻ പോയിരുന്നു. അങ്ങനെ വേറൊരു ഗ്യാസിൽ പെട്ട അകത്ത് കിടക്കുന്നു. പുള്ളി ഇറങ്ങണ വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. വീട്ടിൽ ഇരുന്ന് ടി വി എവിടെയെന്ന് പെണ്ണുങ്ങളെ ചോദിച്ചാ നീ എന്തൊരു സമാധാനം പറയൂടെ? അതിനെ പറ്റിയൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കണില്ല. ഇപ്പൊ ഇതിനൊരു തീർപ്പുണ്ടാക്കണം. നമ്മളെ നാട്ടുകാർ കള്ളന്മാരെന്ന് വിളിക്കണേലും ഭേദമല്ല അണ്ണാ. നമ്മള് എന്നാലും എന്നെ എഴുതിപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നിയത്? വേണോന്ന് വെച്ചിട്ടല്ലല്ലോ. ഇതുപോലെ കുഴി ചാടണ ഓരോ പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളെ കൂടപ്പറപ്പുകളെ ഓർമ്മിക്കണ. നിങ്ങളെന്റെ അമ്മ പെറ്റില്ലെന്നല്ലേ ഉള്ളു. ഇങ്ങനെ ഓരോന്നിരുന്ന് പറഞ്ഞ് മനുഷ്യനെ വീഴ്ത്തിക്കോണം. അന്നാ ഒരു കാര്യം ചെയ്, ഞാൻ സന്ധ്യയാകുമ്പോ പ്രവീളയും കൊണ്ട് വീട്ടിലോട്ട് വരാം.